2017 ജൂലൈയിൽ കൊണ്ടുവന്ന GST എങ്ങനെയാണ് ഇന്ത്യയിൽ വിപ്ലവകരമായിട്ടൊരു മാറ്റം കൊണ്ടുവന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ GSTക്ക് മുൻപ് ഏകദേശം ഒരു 17ഓളം ടാക്സുകൾ ഉണ്ടായിരുന്നു. അതായത് സർവീസ് ടാക്സ്, വാറ്റ്, അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി, ഇങ്ങനെ പല തരത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരുപാട് മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ടാക്സുകൾ സമ്മപ്പ് ചെയ്തുകൊണ്ടാണ് GST എന്നൊരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് ടാക്സേഷനിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ, ഒരു ഒറ്റ സിംഗിൾ പോയിന്റിൽ തന്നെ കാര്യങ്ങൾ അറിയാനായിട്ടും അത് ക്രോഡീകരിക്കാനായിട്ടും ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ടാക്സ് ഓൺ ടാക്സ്, അതായത് ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഓൺ ടാക്സ് GST വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ഒഴിവായി എന്ന് തന്നെ പറയാം. മുൻപ് നിങ്ങൾ ടാക്സ് അടച്ച എമൗണ്ടുമ്പോൾ തന്നെ പലപ്പോഴും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാറായിട്ടുണ്ട്. അതായത് എക്സൈസ് ഡ്യൂട്ടിയും ചിലപ്പോൾ നിങ്ങൾ വാറ്റ് അടയ്ക്കേണ്ടതായിട്ട് വരാം. അതുപോലെ ഒരു ടാക്സ് ബർഡൻ കൂടുതലായിരുന്നപ്പോൾ വില കുറയ്ക്കാനായിട്ട്, പലപ്പോഴും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കാനായിട്ടും GST യൂസ്ഫുൾ ആയിട്ടുണ്ട്.